everyone, welcome back to our YouTube channel. അപ്പൊ ഇന്ന് ഞങ്ങള് ഹരിദ്വാറിലാണ്. ഹരിദ്വാറിലെ ഭാരത് മാതാ മന്ദിർ കാണാൻ വന്നതാണ്. ഞാനുണ്ട്, ഷാജു സാർ ഉണ്ട്, സീതാലക്ഷ്മിന്റെ ഫാമിലി ഉണ്ട്, എന്റെ ഫാമിലി ഉണ്ട്. ഞങ്ങളെല്ലാരും കൂടി ഭാരത് മാതാ മന്ദിറിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഞങ്ങൾ സെക്കൻഡ് ടൈം ആണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് ടൈം ഞങ്ങള് വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവരെയും കൂടി ഒന്ന് കാണിക്കാന്ന്. അത്രയും അടിപൊളിയാണ് ഇവിടുത്തെ വ്യൂസ് ഒക്കെ. ആൻഡ് ഷാജു സാർ, ഹായ്, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞങ്ങള് ഇവിടെ എത്തിയിരിക്കുന്നത് ഹരിദ്വാറില് നമ്മുടെ ഭാരത് മാതാ മന്ദിറിലാണ്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു മന്ദിരാണ്. ഇതില് 7 ലോകം അല്ലേ, 7 ലോകങ്ങളാണ് ഇതില് നമുക്ക് അവര് കാണിച്ചിരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു മന്ദിരമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇത് കാണും, മലയാളീസ് എല്ലാവരും കാണും. അപ്പൊ ഞങ്ങളും കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നിങ്ങളും പോകുന്നത് ഷൂട്ട് ചെയ്യാം. ശ്രീലക്ഷ്മിനെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ കാണിക്കുന്നത് ഭാരതാംബയുടെ ഒരു വിഗ്രഹമാണ്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറ്. आदरणीय पूज्य स्वामी जी से माननीय श्री नरेंद्र मोदी जी प्रधानमंत्री पद के शपथ ग्रहण के बाद आशीर्वाद लेते हैं. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറ്. അത് കഴിഞ്ഞിട്ട് നമ്മള് ക്യൂ നിൽക്കണം. എന്നിട്ട് ലിഫ്റ്റ് കയറിയിട്ട് 7th ഫ്ലോറിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഭാരത് മാതയുടെ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഇങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ ഒരുപാട് ബുക്സ് ഉണ്ട്, അതുപോലെ തന്നെ രുദ്രാക്ഷം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഈ ഭാരത് മാതയുടെ മുമ്പിൽ നിൽക്കുമ്പോ ഷാജു സാറിന്റെ മനസ്സിലൊരു സോങ് ഓർമ്മ വരുന്നുണ്ട്. അപ്പൊ ഷാജു സാറിന്റെ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി വാഴ്ത്തും ജന്മഗ്രഹമല്ലോ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി വാഴ്ത്തും ജന്മഗ്രഹമല്ലോ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല. നമ്മൾ ഭാരതാംബയുടെ യഥാർത്ഥ ഒരു ഇതാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. 2 സൈഡിലും നമ്മുടെ ദേശീയ പതാക വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ശരിക്കും എടുത്തു. ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, വന്ദേ വന്ദേ. ഈ കാണുന്നത് ലിഫ്റ്റില് കയറാനുള്ള ക്യൂ ആണ്. നേരെ നമ്മൾ 7th ഫ്ലോറിലേക്കാണ് പോവുക ലിഫ്റ്റിൽ കയറിയിട്ട്. ഇവിടെ 7 ഫ്ലോർസ് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാരും ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇരിക്കാണ് കാണാൻ വേണ്ടിയിട്ട്, അതിന്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരെ എത്തിയത് 6th ഫ്ലോറിലാണ്. ആദ്യം നമുക്ക് പോകേണ്ടത് ഏറ്റവും ഫസ്റ്റ് നമുക്ക്
ഫസ്റ്റ് പോകേണ്ടത് ഏറ്റവും 7th ഫ്ലോറിലേക്കാണ്. ശിവമന്ദിരത്തിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് 7th ഫ്ലോറ്. അയ്യേ മാറിക്ക് ഞാൻ. ഓ ഇതാണ് ശിവമന്ദിരത്തിന്റെ ഉള്ളില്. ഇതാണ് ഏറ്റവും മുകളിലത്തെ ഫ്ലോറാണ് 7th ഫ്ലോറ്. എന്റെ വള ഇതിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയോ? വള ഇതിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയിക്കോ. ഞാനാണ് ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഭരതവേദമുഖ നിരതനാട്യമുഖ കതിലിന പദമിതീശ ശിവനിവേദനകാവനിവേദനക പലിക്കിനു പദമു പരീശ നീലകണ്ഠരാ ചാലുപന്ദരാ കരുണതുനനുഗണരാ നീലകണ്ഠരാ ശൈലമന്ദിരാ മുരവിനി ബദലിതരാ നഗജാമനാട്ട ജഗദീശ്വര നളിന്ദു ശേഖര ശങ്കര ഭരതവേദമുഖ നിരതനാട്യമുഖ കതിലിന പദമിതീശ ശിവനിവേദനകാവനിവേദനക പലിക്കിനു പദമു പരീശ. ശങ്കരനാഥ ശരീരപരട്ട ഇവിടുന്നോ ഇങ്ങോട്ട് പോട്ടെ. അവിടെ തിരക്ക് അവിടെ ശങ്കര നാദ ശരീര പരാ വേദവിഹാരഹര ജീവേശ്വര ശങ്കര നാദ ശരീര പരാ വേദവിഹാരഹര ജീവേശ്വര ശങ്കര പ്രാണമുനി
ഗാനമേ നീതനി പ്രാണമേ ഗാനമണി മൗനവിചക്ഷണ ഗാനവിലക്ഷണ രാഗമേ ഗാനമണി నాదోపాసన చేసిన వాడను నీ వాడను నేనైందే దిక్తరీంద్ర సిద హిమవరీంద్ర సిద కందరా నీడ కందరా క్షుద్రనురుదని రుద్రవీణని నిద్రగారవి అవతరించరా తిరిధరించరా శంకరా నాద శరీరా పరా వేద విహారహర జీవేశ్వర శంకరా మెరిసే మెరుగులు మురిసే తడగులు చిరి చిరి నవ్వుడు కావేలు ఉరినే ములుములు సరి సరి నదనన చిరి చిరి రావరు కావేలు పరమసార శిరసు గంగా దళకు సారిన శివగంగా పరమసాన శిరసు గంగా దళకు సారిన శివగంగా నా గాన మధురులు మురుగంగా ఆనంద దృష్టిరే కడవంద శంకరా నాద శరీరా పరా వేద విహారహర జీవేశ్వర శంకరా 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 അപ്പൊ നമ്മൾ 6th ഫ്ലോറിലേക്ക് വന്നു. ഇതാണ് 6th ഫ്ലോർ, വിഷ്ണു മന്ദിറാണ്. വിഷ്ണു മന്ദിരത്തിന്റെ ഉള്ളിലേക്ക് കടക്കാം. ഫസ്റ്റ് കാണിക്കുന്ന ദത്തത്രേയനാണ്. നെക്സ്റ്റ് കാണിക്കുന്നത് ശ്രീനാഥ്ജി ആണ്. നെക്സ്റ്റ് രഞ്ജു റായ്, ഗ്രീൻ ഡ്രസ്സിലൊക്കെയാണ്. അടുത്തത് സീതാറാം. ഹനുമാൻ സ്വാമി ഉണ്ട് സൈഡില്. സീതാറാം. ലക്ഷ്മി നാരായൺ മെയിൻ ആയിട്ട് മിഡിലായിട്ട് കാണിക്കുന്നത് ലക്ഷ്മി നാരായണനാണ്. വിഷ്ണു ഭഗവാൻ ലക്ഷ്മി ദേവിയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് രാധാകൃഷ്ണ ഭഗവാൻ ശ്രീ വിശ്വകർമ്മ. വെങ്കടേഷ്. ശ്രീ സ്വാമിനാരായൺ. വിഠൽ രുക്മിണി ആണ് ലാസ്റ്റ് ആയിട്ട് കാണിക്കുന്നത്. വിഠൽ രുക്മിണി. ഇതാണ് വിഷ്ണു മന്ദിരത്തിന്റെ ഉള്ളിലുള്ളത്. അന്താരാമമയം ഈ ജഗമന്താ
అంతరంగమున ఆత్మారాముడు అనంత రూపముల వింతలు సలుపగా సోమ సూర్యులను సురలు తారలను ఆ మహాంబుధులోని జంబులు అంతారామమయం ఈ జగమంతారామమయం అంతారామమయం. ദേവ തവ നാമാർച്ചനയാണാധാരമിതായി ഉലകിൽ ഏകാ. നമുക്ക് ഈ ഫ്ലോറിൽ നിന്നാല് ഗംഗ കാണാൻ പറ്റുന്നുണ്ട്, ഗംഗാ നദി ഒഴുകുന്നത്. ആ കാണുന്ന പർവ്വതനിരകളാണ് ഹിമാലയം. ഇപ്പൊ മഞ്ഞ് മൂടി കിടക്കുന്നോണ്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. ഇത് 5th ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് നമ്മള്. ഇതാണ് ശക്തി മന്ദിരം. ഇപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ ഉണ്ട്. ഫസ്റ്റ് തന്നെ കാണുന്നത് വേദമാത ഗായത്രി. പിന്നെ ഗംഗാമാതയാണ് കാണിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് ആശാപുരി ദേവിയെ കാണിച്ചിട്ടുണ്ട്. then മാം നർമ്മദ മാം. പിന്നെ ശൈലപുത്രിയെയും ബ്രഹ്മചാരിണിയെയും കാണിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ചന്ദ്രഗണ്ഡ. then കുഷ്മാണ്ഡ. then സ്കന്ദമാതയെ കാണിച്ചിട്ടുണ്ട്. ദുർഗാദേവിയാണ്. അംബാജി എന്ന് പറഞ്ഞിട്ട് മെയിൻ ആയിട്ട് സെൻട്രലിൽ കാണിച്ചിരിക്കുന്നത് ദുർഗാദേവിയാണ്. then കുലദേവി പാട്ടീധാർ സമാജ്. then കാർത്യായനി എന്ന് പറഞ്ഞിട്ടൊരു ദേവിയെ കാണിച്ചിട്ടുണ്ട്. This is കാലരാത്രി. then മഹാഗൗരി. ഗൗരി ദേവിയെ കാണിച്ചിട്ടുണ്ട്. സിദ്ധിദാത്രി കാണിച്ചിട്ടുണ്ട്. ഹർസിദ്ധി മാതാജീനെ കാണിച്ചിട്ടുണ്ട്. മീനാക്ഷിയാണ്. മീനാക്ഷി മാം. യമുനാമാതയെ കാണിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് സരസ്വതി ദേവിയാണ് കാണിച്ചിട്ടുള്ളത്. എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫ്ലോറിൽ തന്നെ പൊരി കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മള് 4th ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് 4th ഫ്ലോറ്. പ്രാദേശിക ചിത്രാവലി. പ്രാദേശിക ചിത്രാവലി എന്ന് പറയുന്ന 4th ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കേറി നോക്കാം.
ഇതാണ് 4th ഫ്ലോറ്. ഫ്ലോറിൽ കണ്ടിട്ടുണ്ടായിരുന്നത് കാശി, രാമേശ്വരം, ബദ്രിനാഥ്, കേദാർനാഥ്, സോമനാഥ് അങ്ങനെ തുടങ്ങിയ എല്ലാ ക്ഷേത്രങ്ങളുടെ പറ്റിയിട്ടുള്ള ബ്രീഫ് ഡീറ്റെയിൽസ് ആയിരുന്നു. ആൻഡ് അടുത്തതായിട്ട് നമ്മൾ 3rd ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. സന്തമന്ദിർ എന്നാണ് ഇതിന്റെ നെയിം വരുന്നത്. എന്തൊക്കെയാണ് അതിന്റെ ഉള്ളിലെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഗൗതം ബുദ്ധ ആണ്. നെക്സ്റ്റ് മഹാവീർ സ്വാമി. ഓക്കെ, സന്ത തുളസീദാസും നരസിംഹത്തെ, അതുപോലെ തന്നെ ചൈതന്യ മഹാപ്രഭു. ഉദാസീൻ ആചാര്യ ശ്രീ ചന്ദ്രദേവ, പിന്നെ ഗുരു ഗോരക്ഷനാഥ ജി മഹാരാജ്. പിന്നെ കാണിക്കുന്നത് സന്ത ജ്ഞാനേശ്വരം, സന്ത ഗുലാബ് സാഹുജി, ശ്രീരംഗ അവധൂത്, ശ്രീ വസുദേവാനന്ദ സരസ്വതി, ശ്രീ ഗാരി ബദാർ, ब्रह्मर्षि आचार्य श्री दादू दयाल जी, श्री निम्बरकाचार्य, श्री रामानंदाचार्य, श्री शंकराचार्य, श्री वल्लभाचार्य, श्री रामानुजाचार्य, श्री मध्वाचार्य. നെക്സ്റ്റ് ആയിട്ട് കാണിക്കുന്നത് ശതാനി ദർബാർ, ഗുരു നാനക് ദേവ്, ഗുരു ഗോവിന്ദ സിംഗ്, महर्षि वाल्मीकि, महर्षि स्वामी दयानंद जी सरस्वती, स्वामी विवेकानंद, शिरोमणि महर्षि अरविंद, संत विश्वमणि, श्री पीपाजी, श्री माम शारदामणि, परमहंस रामकृष्ण, महर्षि वेदव्यास, संत कबीर, महर्षि रविदास. साइंस कन्वाराम साहिब. നമ്മൾ 3rd ഫ്ലോർ ഫുള്ള് കണ്ടു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് 2nd ഫ്ലോറിലേക്കാണ് പോകുന്നത്. അതിന്റെ ഇടയിൽ ഇവിടെ ഒരു സായി മന്ദിർ എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. നമുക്ക് നോക്കാം അതിന്റെ ഉള്ളിൽ എങ്ങനെയാണ്. മിറർ വർക്ക്സ് ഒക്കെ വെച്ചിട്ട് ആണ്, നല്ല അടിപൊളിയാണ്. ഗ്ലാസ്സിലാണ് ചെറിയ ചെറിയ ഗ്ലാസിന്റെ പീസുകൾ ഒട്ടിച്ചിട്ട് അതിന്റെ മേലെ മുകളിലേക്ക് നോക്കിയാല് ആ ഗ്ലാസിന്റെ വർക്ക് നോക്കിട്ട് ഈ ഒരു വർക്ക് നല്ല അടിപൊളിയാണ്. ഗ്ലാസ് കൊണ്ട് വെച്ചിട്ടുള്ള ഈ സൈഡിലുണ്ട്.
ഓക്കെ, നമ്മളത് കണ്ടു കഴിഞ്ഞു. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോറിന്റെ നെയിം മാതൃമന്ദിർ ആണ്. നോക്കാം. സതീജ ദേവി സീതാപുരി കവിയത്രി അന്താല സതി മൈത്രേയി ദേവി അഹല്യാബായി ഹോൾക്കർ മീരാബായി സതി സാവിത്രി ബുഹവാദിനി ഗർ സതി ഊർമിള സതി ദമയന്തി സതി അനുസൂയ. ഇവിടെ സതി അനുസൂയി സതി മദാലസയാണ്. ഇവിടെ ഉള്ള എല്ലാ പ്രതിമകളും മെഴുകുകൊണ്ട് ഉണ്ടാക്കിയതാണ്. സതി പത്മിനി സതി കിരൺ ദേവി ലാസ്റ്റ് ആയിട്ട് ആനി ബെസന്തും സിസ്റ്റർ നിവേദിത. എന്റെ നെയിം ഇല്ല നിവേദിത. ഇതാണ് നമ്മള് ഭാരത് മാതാ മന്ദിരത്തിന്റെ ഉള്ളിൽ കാണാനുള്ളത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. ഫസ്റ്റ് ഫ്ലോറ് ഭാരത് മാതാ മന്ദിരാണ്. ഗസലായി നീ കനവുകളിൽ. ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് ശൂർ മന്ദിർ. അവിടെ ഫുള്ള് ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ആണ്. നമുക്ക് നോക്കാം. ഫ്രീഡം ഫൈറ്റേഴ്സ് എല്ലാതും മെഴുകു പ്രതിമയാണ്. മദൻ മോഹൻ മാൽവിയ ആണ് ഫസ്റ്റ് കാണിക്കുന്നത്. ദെൻ സ്വതന്ത്ര വീര സാവർക്കർ, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, കേശവ ബൽറാം ഹെഡ്ഗോവാർ, മഹാത്മാഗാന്ധി. മഹാറാണ പ്രതാപ് ജി, മഹാരാജ അഗ്രസേനജി നടുത്തത്, ഛത്രപതി ശിവാജി അറ്റത്തുള്ളത്. എല്ലാം രാജാക്കന്മാര്. ഇവിടെ അടുത്തത് അമർ ഷാഹിദ് വീരാംഗന റാണി അവന്തിബായി ലോധി. ഇത് അവന്തിബായി. രണ്ടുപേരും രാജകുമാരിമാരാണ്, അതായത് പ്രിൻസസ് ക്വീൻ. ഝാൻസി റാണി ലക്ഷ്മിബായി ആണ് ഇത്. ഝാൻസിക്ക് റാണി ലക്ഷ്മിബായി. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. അവിടെ ആരാണ്? ഭഗത് സിംഗ്. ചന്ദ്രശേഖർ ആസാദ്. നമ്പൂതിരിയെ തോന്നുന്നല്ലേ? പൂണൂലൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. മീശൊക്കെ പിരിച്ചു വെച്ചാണ്. ഇവിടെ ഉള്ളത് മുഴുവൻ മെഴുകു പ്രതിമകളാണ് തോന്നുന്നല്ലോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഹേമു കലാനി ഹിന്ദിയാണ്.
അസ്ഫാഖുല്ല. അസ്ഫാഖുല്ല. നമ്മളിനി ലാസ്റ്റ് ഇതായിരുന്നു ഫസ്റ്റ് ഫ്ലോർ. ഇനിയിപ്പോ നമ്മള് ലാസ്റ്റ് മറ്റേ ഭാരത് മാതാ മന്ദിർ നമ്മൾ ഫസ്റ്റ് കണ്ട അതേ സ്ഥലത്തേക്ക് തന്നെ പോകാൻ പോവുകയാണ്. അപ്പൊ അവിടെ വെച്ച് കാണാം. ഭാരത് മാതാ മന്ദിർ നമ്മള് ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴോട്ട് ഇറങ്ങാൻ പോവാണ്. ഷാജി സാർ, എന്താണ് അഭിപ്രായം? അടിപൊളി അഭിപ്രായം, സൂപ്പർ. എല്ലാവരും വ്യൂ കണ്ടല്ലോ. നമ്മുടെ ഈ യാത്ര ശരിക്കും മുതലായത് ശരിക്കും ഭാരത മാതാവിന്റെ ഈ മന്ദിരത്തിൽ വന്നപ്പോഴാണ്. ഇവിടെ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. കാരണം അഭിപ്രായം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയണല്ലോ, നമ്മുടെ കേരളത്തിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് വന്നിട്ട് അവിടുത്തെ കുറച്ച് ടൂറിസം കാണുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ 7 ലോകമാണ് ഇവിടെ ശരിക്കും കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ വന്ന് നേരെ കയറി കഴിഞ്ഞാൽ ലിഫ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ ശിവലോകത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്നാണ് നമ്മൾ സ്റ്റെപ്പായിട്ട് ഇറങ്ങി വരുന്നത്. അപ്പൊ അവിടെ ഓരോ ലോകത്തും വ്യത്യസ്തമായിട്ടുള്ള ദേവതകളെ കുറിച്ചിട്ടുള്ള എല്ലാം വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് കാണണം. വളരെ എന്താ പറയാ, ഇവിടെ വരാത്തവർക്ക് ഇവിടെ വന്ന പോലെ ഒരു അനുഭൂതി ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു വീഡിയോസ് ആണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഇത് കാണണം. ഇവിടെ വന്നിട്ട് എല്ലാവരും കാണുക. നമ്മുടെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക, കാണുക. ആന്റിയുടെ അഭിപ്രായം എന്താ പറയാ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. നന്നായി, നല്ലതായി. എന്താ പറയാ, എനിക്ക് നന്നായി പറയാൻ വാക്കുകളില്ല. ഹാപ്പി ന്യൂ ഇയർ. അങ്കിളിന്റെ അഭിപ്രായം? ഇത് വളരെ നല്ല അനുഭവമായിരുന്നു. ഈ ഭാരത് മാതാ മന്ദിർ ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നതെങ്കിലും ഇവിടെ വന്ന് 7 ഫ്ലോറിലും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഇത് കണ്ട് അനുഭവിച്ചു ഞങ്ങൾ.